VSനെ തൊട്ടില്ല, വിശ്വസ്തർ പുറത്തായി. VS അച്യുതാനന്ദനെതിരെ അച്ചടക്ക നടപടി ഇല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ പുറത്താക്കിക്കൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്ക് പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകി. കേരള വിഷയം പഠിക്കുന്നതിനായി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. VSനെതിരായ നടപടിയെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ വീണ്ടും വിഷയം ചർച്ച ചെയ്ത ശേഷം PB തീരുമാനമെടുക്കും. കാരാട്ടും SRPയും മറ്റന്നാൾ കേരളത്തിലെത്തും. VSനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. കേന്ദ്ര കമ്മിറ്റിയിൽ VSനെ കേരള നേതാക്കൾ അക്കമിട്ട് വിമർശിച്ചു. പോളിറ്റ് ബ്യൂറോ തീരുമാനം നാളെ വൈകിട്ട് പ്രകാശ് കാരാട്ട് വിശദീകരിക്കും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അരുൺ ശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അരുൺ ശങ്കർ, VSന്റെ വിശ്വസ്തർക്കെതിരായ നടപടി, സംസ്ഥാന കമ്മിറ്റിയുടെ ആ നടപടി ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ശരിവച്ചിരിക്കുന്നു. എന്നാൽ ആദ്യം ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനത്തിന് വിടുകയായിരുന്നു. അതിനുശേഷമാണ് വിശ്വസ്തരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. VSന്റെ വിശ്വസ്തരുടെ കാര്യത്തിൽ എങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയങ്ങൾ വന്നത്? ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടായി? കേന്ദ്ര നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായോ? ഗോപികൃഷ്ണൻ, VSന്റെ വിശ്വസ്തരെ പുറത്താക്കാനുള്ള അജണ്ട കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ഈ അജണ്ട അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റി ഇതിൽ തീരുമാനമെടുക്കാൻ PBയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് PB അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായി യോഗം ചേർന്നത്. എന്നാൽ ഈ യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഔദ്യോഗിക പക്ഷം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ VSും തന്റെ നിലപാടുകൾ ഉയർത്തി. ഔദ്യോഗിക പക്ഷം പ്രധാനമായും ആവശ്യപ്പെട്ടത് VSനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ്. KK ശൈലജ ടീച്ചർ, PK ശ്രീമതി എന്നിവർ VSനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റണമെന്ന് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ തോമസ് ഐസക്, PK ഗുരുദാസ് എന്നിവർ മൃദു സമീപനമാണ് സ്വീകരിച്ചത്. PK ഗുരുദാസൻ ആവശ്യപ്പെട്ടത് VS തെറ്റിദ്ധരുത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ VSും തന്റെ നിലപാടുകൾ ശക്തമായി തന്നെ ഉന്നയിച്ചു. തന്റെ സ്റ്റാഫുകൾക്കെതിരെ നടപടിയെടുത്താൽ അത് അംഗീകരിക്കില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞു. അതോടൊപ്പം ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ഇവർ തന്റെ സ്റ്റാഫുകളായി തുടരുമെന്നും VS വ്യക്തമാക്കി. എന്നാൽ ഇതിനെ തുടർന്ന് 6 മണിക്കൂറാണ് ഈ യോഗം നടന്നത്. 6 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് PB വിശ്വസ്തരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. VSന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട 3 അംഗങ്ങളെ പുറത്താക്കാൻ തന്നെ PB തീരുമാനിച്ചു. 2012 ഡിസംബറിലാണ് ഇവരെ പുറത്താക്കിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത്. സംസ്ഥാന കമ്മിറ്റി ഈ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെക്കുകയായിരുന്നു. കാരണം കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം ഉണ്ടായാൽ മാത്രമേ ഈ തീരുമാനം. VS അച്യുതാനന്ദനെതിരെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും VS അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ഇന്നും ശക്തമായി ഉന്നയിച്ചില്ലേ? PK ശ്രീമതിയും KK ശൈലജയും എല്ലാം ഈ ആവശ്യം ഉന്നയിച്ചതായാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിക്ക് വീണ്ടും വിടാൻ എന്തുകൊണ്ട് തീരുമാനമുണ്ടായി? അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര നേതാക്കളുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുകയുണ്ടായി. ഇതിനു മുൻപ് 2006 VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഇത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടായത്. അന്ന് അദ്ദേഹത്തിന് വിജയം കാണാനും കഴിഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തർ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. VS രണ്ട് രീതിയിലുള്ള ഭീഷണിയായിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നേരിട്ടത്. കാരണം ഒന്ന്, തന്റെ വിശ്വസ്തരെ പുറത്താക്കുന്ന ഒരു വിഷയവും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം VSനെതിരെ അച്ചടക്ക നടപടി വേണമെന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുമുള്ള ഒരു ആവശ്യമാണ് സംസ്ഥാന നേതൃത്വം കൊണ്ടുവന്നത്. എന്നാൽ VSന് ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. VSന് PBയുടെ തീരുമാനം തിരിച്ചടിയായിരിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ VSന് ഭാഗികമായി വിജയം ഉണ്ടായെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം VS തന്റെ പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുള്ള ഘട്ടം വന്നപ്പോൾ തന്നെ PBക്ക് തന്റെ നിലപാടുകൾ അറിയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. ഈ കത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു ഉയർത്തിയിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളും അന്വേഷണങ്ങളും സംബന്ധിച്ചും എല്ലാം നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കാൻ തീരുമാനിച്ചത് VSന്റെ ഭാഗിക വിജയമായി. കാരണം PB അംഗങ്ങളിൽപ്പെട്ട പലരും VSനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ അറിയിച്ചിരിക്കുന്നത് VSനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അവർ PB യോഗത്തിൽ എടുത്തിരുന്നത്. ഇതാണ് VS അച്യുതാനന്ദന് തുണയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ VS ഉന്നയിച്ച ആവശ്യങ്ങൾ പാർട്ടി പരിശോധിക്കാനും തീരുമാനിച്ചതും VSന് ഭാഗിക വിജയമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. ഗോപി, വിവരങ്ങൾ നൽകിയത് അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന്. PB തീരുമാനം എന്താണെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ VSും പിണറായിയും ഒഴിഞ്ഞുമാറി. സെക്രട്ടറിയോട് ചോദിക്കൂ എന്നായിരുന്നു നേതാക്കളുടെ മറുപടി. ജനറൽ സെക്രട്ടറിയെ പോയി കാണാൻ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കല്ല. ഇന്നത്തെ ചർച്ചയിൽ തൃപ്തിയുണ്ടോ സഖാവേ? I told you contact our General Secretary. Okay. That is my comment.
പുറത്താക്കിയ വിവരം ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ല. വിവരം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. പാർട്ടിയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ സന്തോഷപൂർവ്വം പുറത്തുപോകും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരനായ VS അച്യുതാനന്ദന്റെ കൂടെ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടെന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. തീരുമാനം എന്നെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ പുറത്തുവിട്ട വാർത്ത ശരിയാണെങ്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ തീരുമാനം അംഗീകരിക്കും. ഒരു വലിയ ദുഃഖം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപം കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാനായ കമ്മ്യൂണിസ്റ്റായ സഖാവ് VSന്റെ സാമീപ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതിൽ വ്യക്തിപരമായ അതീവ ദുഃഖിതനാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തെറ്റായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് പുറത്താക്കപ്പെടുന്ന നിരവധിയായ പാർട്ടി പ്രവർത്തകരുടെ പുറത്താക്കൽപ്പെടലിനും ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്താക്കപ്പെടുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. VSന്റെ കാര്യത്തിൽ CPM ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് AB ബർദൻ. ഇക്കാര്യത്തിൽ CPM പക്വമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് AB ബർദൻ കോഴിക്കോട് പറഞ്ഞു. And I am quite sure, you see, that the CPM is mature enough to take a decision which is good for them and good for the LDF. They will take both into account. They are a mature leadership. VS അച്യുതാനന്ദൻ ജനനേതാവാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. സ്ഥാനമാനങ്ങൾ VSന്റെ പ്രശ്നമല്ലെന്നും VS എന്നും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന ആളാണെന്നും പന്ന്യൻ രവീന്ദ്രൻ തൃശ്ശൂരിൽ പറഞ്ഞു. VS കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തിളക്കമുള്ള നേതാവാണ്. ജനങ്ങളെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആരാധ്യ നേതാവാണ്. പോരാട്ട വീര്യത്തിന് മുമ്പിലുള്ള ആളാണ്. അതുകൊണ്ട് VS നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അടുത്ത 14 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടെ VS നിൽക്കും. VSന് അത്ര നിൽക്കാൻ കഴിയും. VS എതിർക്കുന്നത് ഈ നാട്ടിലെ പിന്തിരിപ്പന്മാർക്കും പ്രതിലോമകാരികൾക്കും എതിരായിട്ടാണ്, ഭരണാധികാരികൾക്കെതിരായിട്ടാണ്. ആ എതിർപ്പിന്റെ കുന്തമന VSന് മാറ്റാൻ കഴിയില്ല. ആ VS ആ കുന്തമന. ഈ വിഷയം ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ നിരീക്ഷകരായ ഭാസുരേന്ദ്ര ബാബു തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ NM പിയേഴ്സൺ കൊച്ചി സ്റ്റുഡിയോയിൽ, ഫ്രണ്ട് ലൈൻ അസോസിയേറ്റ് എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ കൊച്ചി സ്റ്റുഡിയോയിൽ, ഒപ്പം തന്നെ ആനത്തലവട്ടം ആനന്ദൻ, KM ഷാജഹാൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒടുവിൽ VSന് അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്കെതിരായ നടപടി ശരിവച്ചിരിക്കുന്നു. അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ VS പറഞ്ഞു കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും അവരെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി തുടർന്നും തന്നോടൊപ്പം അവരുണ്ടാകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. VS പൊരുതുക തന്നെയാണ്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാം. പക്ഷേ കുറേ നാളുകളായി ഈ പരിഹാരം തന്നെ പ്രശ്നമായി തീരുന്ന ഒരവസ്ഥ പോളിറ്റ് ബ്യൂറോയുടെ നിലപാടുകളിൽ നമുക്ക് കാണാം. അതിന് പോളിറ്റ് ബ്യൂറോയ്ക്ക് അവരുടെ വിശദീകരണവും ഉണ്ടാവാം. ഏതായാലും ഈ 3 ആളുകളെ പുറത്താക്കുന്നതോടെ വാസ്തവത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കലല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം VS അതിനു മുമ്പ് തന്നെ പറഞ്ഞു, ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ അവരെ നിലനിർത്താനുള്ള അവകാശം പൊതുഭരണ രംഗത്തേക്ക്, പൊതുഭരണ വിഭാഗത്തിന് VS ഒരു കത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അവർ വീണ്ടും തുടരും. അത് അപഹാസ്യമായൊരവസ്ഥയായിരിക്കും CPMനെ പോലെ അച്ചടക്കത്തെ കുറിച്ച് ധാരാളം സംസാരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ അവസ്ഥ ഒരുപക്ഷെ CPMന് ഒരു ഗുണമായി കൂടുന്നില്ല. കാരണം പാർട്ടിയുടെ ഡിക്റ്റേറ്റ് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പാർട്ടി നിയോഗിച്ച സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കുണ്ട്. അത് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും. അങ്ങനെ പാർട്ടി പറയുന്ന കാര്യം കേൾക്കാതിരിക്കുകയും പാർട്ടി പുറത്താക്കിയ ആളുകളെ വീണ്ടും തൻ്റെ അധീനതയിൽ വയ്ക്കുകയും തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നത് വഴി പാർട്ടിക്കെതിരായ നിലപാട്, തുറന്ന നിലപാട് VS എടുത്തു എന്ന നിലയ്ക്ക് പാർട്ടിക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള വാതിലുകൾ തുറന്നു കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ഭാസുരേന്ദ്ര ബാബു, കോയമ്പത്തൂരിലെ പാർട്ടി കോൺഗ്രസിന് ശേഷം സംസ്ഥാന സമിതി തയ്യാറാക്കിയ ഇടക്കാല രേഖ ചോർത്തി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ VSന്റെ 3 വിശ്വസ്തർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ VS ഉന്നയിച്ചിട്ടുള്ള ഒരു പരാതിയും നിലനിൽക്കുന്നു. താൻ പങ്കെടുക്കാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയും വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നു. ഇതിൽ ചില സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ആക്ഷേപം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് പരിഗണിക്കപ്പെടാതെ പോയത്? മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭാവിക നിഗമനങ്ങളോ യുക്തിസഹമായി എത്തിച്ചേരാവുന്ന രീതികളോ ഒക്കെ വാർത്തകളാക്കി അവതരിപ്പിക്കുക സ്വാഭാവികമാണ്. അതൊരു പരിധിയോളം ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. ഇതൊരു സാധ്യത. മറ്റൊന്ന്,
പാർട്ടി തന്നെ വിപുലമായൊരു ജനാധിപത്യ പരിസരത്ത് നിൽക്കുന്നത് കൊണ്ട് പാർട്ടിയുടെ വളർന്ന ജനാധിപത്യ ബോധമോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വളർന്ന ഒരവസ്ഥയോ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കാം. പിന്നെ മറ്റൊന്ന്, എല്ലാ പാർട്ടികളും അവരുടെ വക്താക്കളെ ഈ ജനാധിപത്യ ബോധം നമ്മൾ എന്തുകൊണ്ടാണ് VS-ന് മാത്രം വകവെച്ചു കൊടുക്കാത്തത്? അതിലേക്കാണ് ഞാൻ വരുന്നത്. പാർട്ടി വക്താക്കൾ പാർട്ടിക്ക് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കും. മാധ്യമങ്ങളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾ തിരിച്ചുപയോഗിക്കുകയാണ്, തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്ന രീതി മാധ്യമരംഗത്ത് നിൽക്കുന്ന വക്താക്കൾ ചെയ്യും. അതുവഴി അവർ പാർട്ടിയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ മാധ്യമങ്ങളുടെ ചിറകിലാണ് ഇതുവരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ ഉപയോഗിക്കുകയല്ല, മാധ്യമങ്ങളെ ഏകപക്ഷീയമായി പാർട്ടിക്ക് പകരം ആശ്രയിക്കുകയായിരുന്നു. അങ്ങനെ ആശ്രയിച്ചാൽ ആ ചിറക് മാധ്യമങ്ങൾ എപ്പോഴേ അരിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുവഴി പാർട്ടിക്കെതിരായി VS-നെ മാധ്യമങ്ങൾ ഉപയോഗിച്ചപ്പോഴാണ് മാധ്യമ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ VS-ന് തെറ്റുപറ്റിയത്. പാർട്ടിക്ക് അത് പറ്റുന്നില്ല. വാർത്തകൾ പുറത്തു പോകുമ്പോൾ താങ്കളിലേക്ക് തിരിച്ചു ശ്രീ NM പിയേഴ്സൺ, ഭാസുരേന്ദ്ര ബാബു ഇവിടെ പങ്കുവെച്ച അഭിപ്രായങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? VS അച്യുതാനന്ദൻ എന്നും മാധ്യമങ്ങളുടെ ചിറകുകളിൽ പറക്കുകയായിരുന്നു, അദ്ദേഹത്തെ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത്. താങ്കൾ ഈ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഭാസുരേന്ദ്ര ബാബുവിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. കാരണം മാധ്യമങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ പല പരിപാടികളിലും ഇടപെടുകയും അങ്ങനെ അത്തരത്തിലുള്ള വാർത്തകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ സമൂഹത്തിനിടയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം പാർട്ടിക്കകത്ത് നടക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പക്ഷേ VS എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ജനങ്ങൾക്കും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കും പ്രിയങ്കരനായി തീർന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും VS മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയം അത് തീർച്ചയായിട്ടും CPM മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമാണ് എന്ന് തോന്നുകയും ജനങ്ങൾക്ക് സ്വീകാര്യമായതോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും പാർട്ടിക്കെതിരെ ഒരു തരത്തിലുള്ള പോരാട്ട വീര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടിക്കകത്തുള്ള ജീർണതയ്ക്കെതിരെ എപ്പോഴൊക്കെ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള പാർട്ടി അണികളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഉണ്ടോ, ആ പൊതുസമൂഹത്തിനും അണികൾക്കും അത് സ്വീകാര്യമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്കളിലേക്ക് NM പിയേഴ്സൺ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KM ഷാജഹാൻ, മാധ്യമങ്ങൾക്ക് പാർട്ടി രഹസ്യം ചോർത്തി നൽകി എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ ഇപ്പോൾ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. താങ്കൾ തന്നെ താങ്കളുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുമായി VS-ന്റെ അനുയായി വൃന്ദത്തിന് അല്ലെങ്കിൽ VS-ന്റെ വിശ്വസ്തർക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച്. ഈ അർത്ഥത്തിൽ പാർട്ടി ഔദ്യോഗിക നേതൃത്വം ചോർത്തി നൽകിയിട്ടുള്ള വാർത്തകളെക്കുറിച്ചും താങ്കൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ച് ഒരക്ഷരം പാർട്ടി മിണ്ടുന്നില്ല, അവർക്കെതിരെ നടപടിയില്ല. സുഹൃത്ത്, ഇതിനകത്ത് എനിക്ക് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴായിരുന്നു VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത്. ഈ വാർത്ത ചോർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പിണറായി വിജയന്റെ പക്ഷം എന്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് VS അച്യുതാനന്ദനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദനെ നിങ്ങൾ കോയമ്പത്തൂർ രേഖ ചോർന്നതിന്റെ പേരിലാണെന്ന് പറയുന്നു ഇവരെ പുറത്താക്കുന്നത്. കോയമ്പത്തൂർ രേഖ ചോർന്നതിന്റെ മാത്രമല്ല, അതിനുശേഷം 2012 ജൂലൈ 22-ാം തീയതി VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗം മാതൃഭൂമി ദിനപത്രത്തിൽ ഫുൾ പേജ് അടിച്ചു വന്നിട്ടുള്ളതാണ്. അത് VS അച്യുതാനന്ദൻ എന്റെ കൂടെ ഉള്ളവരെല്ലാം ചെയ്തെന്ന് നിശ്ചയിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇത് രണ്ട് സൈഡിലുള്ള ആളുകളും ഇത് ചെയ്യുന്നു. അവരവര് ഔദ്യോഗിക നേതൃത്വമാകുമ്പോൾ അവരവര് പ്രതിപക്ഷത്തിനെതിരെ പിന്നെ ഇത് ചെയ്യുന്നു എന്നുള്ളതിലപ്പുറത്ത് ഇതിലെന്ത് പ്രത്യയശാസ്ത്രമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. VS ഇപ്പം പോരാടുകയല്ലേ എന്ന് താങ്കൾ വേറെ ആരോടെ ചോദിക്കുന്നത് കേട്ടു. VS പോരാടുകയാണെങ്കിൽ VS-ന്റെ സ്ഥാനം നിലനിർത്തുകയും VS-ന്റെ വിശ്വസ്തരെ പുറത്താക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സുഹൃത്തെ? എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളിലേക്ക് തിരിച്ചു വരാം.